മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഉജ്ജ്വല സ്വീകരണമൊരുക്കി ആം ആദ്മി പാർട്ടി അണികൾ. കനത്ത മഴയെ അവഗണിച്ച് ഒട്ടേറെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് കെജ്രിവാളിനെ സ്വീകരിക്കാൻ തിഹാർ ജയിലിന് പുറത്ത് കാത്തുനിന്നത്. ജയിലിന് പുറത്ത് പ്രവർത്തകർ വൻ സ്വീകരണം സംഘടിപ്പിച്ചു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ, ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, MP സഞ്ജയ് സിംഗ്, കെജ്രിവാളിന്റെ ഭാര്യ സുനിത തുടങ്ങിയവരും സ്വീകരിക്കാനെത്തിയിരുന്നു. എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ലെന്ന് കെജ്രിവാൾ പറഞ്ഞു. मैंने जिंदगी में बहुत संघर्ष किया है, बहुत बड़े बड़े संघर्ष किए, जिंदगी में बहुत मुसीबतें झेली हैं, लेकिन हर कदम पे भगवान ने मेरा साथ दिया, ऊपर वाले ने मेरा साथ दिया। क्यों? क्योंकि मैं सच्चा था, मैं सही था, इसलिए भगवान ने मेरा साथ दिया. നോബിൾ മാരിക്കാരൻ ചേരുന്നു ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി. നോബിൾ, സമാനതകളില്ലാത്ത സ്വീകരണമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒരുക്കിയത്. കെജ്രിവാൾ ജയിൽ മോചിതനായിരിക്കുന്നു. അടുത്തതായി ഹരിയാന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഒട്ടനവധി രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാനുണ്ട് കെജ്രിവാളിന്. എന്താണ് വിവരങ്ങൾ? ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നിപ്പോൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. വൈകിട്ട് 6:30 അദ്ദേഹത്തിന്റെ ജയിൽ മോചനം സാധ്യമായത്. ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട CBI കേസിൽ കൂടി ഇന്ന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാൾ എന്താണെങ്കിലും ജയിലിൽ നിന്ന് പുറത്തേക്ക് എത്തിയത്. വലിയ ആഘോഷത്തോടെയാണ് കെജ്രിവാളിനെ ആം ആദ്മി പ്രവർത്തകർ സ്വീകരിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ, അതോടൊപ്പം തന്നെ സഞ്ജയ് സിംഗ് MP, അതിർഷി മർലേന, സൗരഭ് ഭർദ്വാജ് തുടങ്ങിയ മന്ത്രിമാർ അടക്കം പ്രവർത്തകരുള്ള നിരവധി ആളുകൾ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലെത്തിക്കൊണ്ട് അത്തരത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് കണ്ടത്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് ഒരു വലിയ റോഡ് ഷോ തന്നെ നടത്തി എന്നാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. പ്രവർത്തകരെയും ഒപ്പം നേതാക്കളെയൊക്കെ അഭിസംബോധന ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത് പോരാട്ടം തുടരും എന്നുള്ളതാണ്. ഈ മതിലുകൾ, അതായത് ജയിലിന്റെ കട്ടിയുള്ള മതിലുകൾക്ക് തന്റെ ധൈര്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. ദേശവിരുദ്ധ ശക്തികളാണ് രാജ്യം ഭരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായി. എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ മടങ്ങിവരവ് അത് പ്രധാനപ്പെട്ട സമയത്താണ്. പ്രത്യേകിച്ച് ഹരിയാന, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വരും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രചരണം പാർട്ടിക്ക് ഏറെ ഗുണം ചെയ്യും എന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ട് BJP രംഗത്ത് വന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജാമ്യം ലഭിച്ചു എങ്കിലും അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനല്ലാതാകുന്നില്ല എന്നാണ് BJPയുടെ വാദം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കടമകൾ ഇപ്പോൾ നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആണെങ്കിലും വരും ദിവസങ്ങളിൽ കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ഹരിയാന, ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരിയാണ്. നോബൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 5 മാസത്തിന് ശേഷം ജയിൽ മോചിതനാകുമ്പോൾ കൂടുതൽ കരുത്തനായ അരവിന്ദ് കെജ്രിവാളിനെയാണ് നമ്മൾ കാണുന്നത്.